രാജ് സുകുമാരൻ നടൻ സുകുമാരൻ്റെയും നടി മല്ലിക സുകുമാരൻ്റെയും രണ്ടാമത്തെ പുത്രൻ. അഹങ്കാരത്തിൻ്റെ ആൾരൂപമെന്ന് മലയാളം സിനിമ ഇൻഡസ്ട്രി വിശേഷിപ്പിച്ച നടൻ. ആരോട് വേണമെങ്കിലും മുഖത്ത് നോക്കി വളരെ കാർക്കശ്യമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന നടൻ എന്ന രീതിയിൽ നേരത്തെ തന്നെ ഈ പൃഥ്വിരാജ് സുകുമാരന് വളരെ മോശമായ ഒരു റിപ്പോർട്ടുകളൊക്കെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ നല്ലതായതുകൊണ്ട്, അക്കാലത്തെ സിനിമകളൊക്കെ നല്ലതായതുകൊണ്ട്, നല്ല സംവിധായകരുടെ സിനിമയായതുകൊണ്ട് അത് ജനങ്ങൾ മറക്കുകയും പൊറുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സിനിമ ഇൻഡസ്ട്രിയും ഒരു പരിധിവരെ അത് മറക്കുകയും പൊറുക്കുകയും ചെയ്തു. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കൊക്കെ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ലൂസിഫർ 2 മുതൽ പൃഥ്വിരാജ് സുകുമാരന് ശനിദശ ബാധിച്ചുവോ എന്ന തരത്തിലാണ് ഇപ്പോൾ പൊതുവെയുള്ള സംസാരം. കഥ കേൾക്കുമ്പോഴും അതിനെ അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോഴും സാങ്കേതിക വിദഗ്ധരെ തിരഞ്ഞെടുക്കുമ്പോഴും ഒക്കെ എല്ലാം ഒറ്റപ്പെട്ട രീതിയിലുള്ള ഒരു ചിന്ത, തനിക്ക് എല്ലാം അറിയാമെന്ന ഒരു അഹങ്കാരം അദ്ദേഹത്തെ വിടാതെ പിന്തുടരുന്നുകൊണ്ട് ഇത്തരം തീരുമാനങ്ങളൊക്കെ ഒറ്റയ്ക്ക് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് പൃഥ്വിരാജിനെതിരെയുള്ള ഏറ്റവും വലിയ വിമർശനം. അതുകൊണ്ട് തന്നെ ചില ഘടകങ്ങളിൽ എത്തേണ്ടാത്ത ആളുകളെയാണ് എത്തിക്കുന്നത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ഒരു തീരുമാനപ്രകാരം ക്രൂവിനോട് പോലും ആലോചിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വലിയ നാശത്തിലേക്ക് പോകുന്നത് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് ഈ സിനിമയുടെ 2ാം ഭാഗം, ആദ്യം പറഞ്ഞ നമ്മുടെ എമ്പുരാൻ, അതിൻ്റെ 2ാം ഭാഗം വന്നപ്പോഴും മുതൽ വലിയ രീതിയിലുള്ള തകർച്ച, ആ കഥ തന്നെ അസ്ഥാനത്തുള്ള കഥയാണ് എന്നുള്ളതായിരുന്നു പൊതുവെ ഉള്ള വിലയിരുത്തൽ. മോഹൻലാൽ എന്ന നടനെ വെറുതെ ദുർവിനിയോഗം ചെയ്തു എന്ന തരത്തിൽ വലിയ വാർത്തകളൊക്കെ വന്നു. ആ പടം കുത്തനെ പൊളിയുകയും ചെയ്തു. എന്തായാലും ഇനി അതിൻ്റെ 3ാം ഭാഗം ഉണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനിടയിലാണ് അദ്ദേഹം നായകനായ ഒരു പുതിയ സിനിമ കൂടി എത്തിയത്. ഐ നോബഡി എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുപ്രിയ മേനോൻ തന്നെ നിർമ്മിച്ച സിനിമ. പക്ഷേ ഒരൊറ്റ ആഴ്ച കൊണ്ട് തന്നെ അത് തിയേറ്ററുകളിൽ നിന്നും അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. ടിക്കറ്റ് ബുക്കിങ്ങുകളിലൊക്കെ വളരെ ശൂന്യമായി കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരു ആൾ പോലും അങ്ങോട്ട് എത്താതെയായി. റിവ്യൂ ഒക്കെ വളരെ മോശമായ രീതിയിൽ വന്നതോടുകൂടി കാണാൻ തയ്യാറെടുത്തിരുന്ന ചെറുപ്പക്കാർ പോലും അതിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ളതാണ്. കഥയില്ല, അതിന് കെട്ടുറപ്പുള്ള ഒരു സംഭാഷണ രീതിയില്ല, എന്താണ് സസ്പെൻസ് എന്ന് രീതിയിലേക്ക് അവസാനം വരെ ഇന്റർവെൽ വരെ ഏകദേശം കണ്ടിരിക്കാമെങ്കിലും ഇന്റർവെല്ലിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് പ്രേക്ഷകനോ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ക്രൂവിനോ ഒന്നും അറിയാത്ത രീതിയിലേക്കുള്ള ഒരു പോക്കാണ് അതിൻ്റെ കഥ പോയത്, അതിൻ്റെ സസ്പെൻസ് അവിടേക്ക് എത്തിയത്. എന്നാൽ ഇതിൻ്റെ സസ്പെൻസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ വിമർശനമാണ് ഉയരുന്നത്. അതായത് സസ്പെൻസ് ഉദ്ദേശിച്ച പോലെ തിരക്കഥാകൃത്തോ സംവിധായകനോ ഉദ്ദേശിച്ചതുപോലെയല്ല സസ്പെൻസിലേക്ക് എത്തിയത് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അത് പൃഥ്വിരാജിൻ്റെ രീതിയിൽ, പൃഥ്വിരാജിൻ്റെ ഇഷ്ടപ്രകാരം ഇതിൻ്റെ സസ്പെൻസ് മാറ്റിമറിച്ചു എന്നുള്ളതാണ്. അതായത് ഇന്റർവെല്ലിന് ശേഷം പൃഥ്വിരാജിന് തോന്നുന്ന പോലെ സ്ക്രിപ്റ്റൊക്കെ മാറ്റേണ്ടി വന്നു, അല്ലെങ്കിൽ താൻ അഭിനയിക്കില്ല, താൻ ഇവിടെ ഉണ്ടാവില്ല എന്ന രീതിയിൽ. കാരണം നിർമ്മാതാവും അദ്ദേഹം തന്നെയാണല്ലോ. അതിന് വഴിപ്പെടേണ്ടി വന്നു സ്ക്രിപ്റ്റ് റൈറ്റർക്കും അതുപോലെ തന്നെ സംവിധായകനും എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രം ദയനീയമായ പരാജയമായി തിയേറ്ററുകളിൽ മാറുകയും ചെയ്തു. ഇനി അടുത്ത് വരാനിരിക്കുന്നത് ഓണം റിലീസായ ഖലീഫയാണ്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഖലീഫയും പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിൻ്റെ സംവിധായകൻ വൈശാഖാണ്. ഒരുപാട് ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത വൈശാഖ് പ്രതീക്ഷയോടെ കാണുന്ന ഒരു സിനിമയാണ്. ഇതിനും ആ ഗതി തന്നെ, അതായത് ഐ നോബഡി എന്ന സിനിമയുടെ ഗതി തന്നെയാണ്. ഇതിന്റെ പല ഘട്ടങ്ങളിലും ഈ പൃഥ്വിരാജ് എന്ന നടന്റെ ഇടപെടലുകൾ, അഹങ്കാരം ധ്വനി നിറഞ്ഞ ഇടപെടലുകൾ, തന്നെ കഴിഞ്ഞ് കേമനായി ഒരാളുമില്ല, എല്ലാ മേഖലകളും അടക്കി ഭരിക്കാൻ കഴിയുന്ന, സിനിമയുടെ എല്ലാ സമസ്ത മേഖലകളിലും അടക്കി ഭരിക്കാൻ കഴിയുന്ന ഒരു വിദ്വാനാണ് താനെന്ന ചിന്ത, ആ ഒരു അഹങ്കാരം തലയ്ക്ക് പിടിച്ച് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഇടപെടുകയും സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ, കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ, നടന്മാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ, കഥാപാത്രങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ, സസ്പെൻസ് കൊണ്ടുപോകുന്ന കാര്യത്തിലൊക്കെ പൃഥ്വിരാജ് അനാവശ്യമായി ഇടപെടുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഖലീഫയ്ക്കും ഐ നോബഡിയുടെ അവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടൻ മലയാള സിനിമയിൽ നിന്നും ഔട്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രമാത്രം അഹങ്കാരം അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിലുണ്ട് എന്നിപ്പോൾ സിനിമാ ലോകം തന്നെ വിധി എഴുതുന്നു. ഈ ചില സംവിധായകരും ചില നിർമ്മാതാക്കളും ചില തിരക്കഥാകൃത്തുക്കളും ഒക്കെ തന്നെയാണ് ഇതിനെ
ബലം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ വാദങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. പല സിനിമകളിലും അനാവശ്യ കൈകടത്തലുകൾ പൃഥ്വിരാജ് നടത്തുന്നത് കൊണ്ട് തന്നെ ആ സിനിമകളൊക്കെ വലിയ പരാജയത്തിലേക്ക് പോകുന്നു എന്ന തരത്തിലേക്ക് ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും സംവിധായകരും എത്തുന്നതോടുകൂടി ഖലീഫയുടെ ഗതി എന്താകുമെന്ന കാത്തിരിപ്പിലാണ് ജനം. പൃഥ്വിരാജ് സുകുമാരൻ മലയാളത്തിൽ വാഴുമോ അതോ വീഴുമോ? അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യമായിട്ട് സിനിമാ ലോകം ചർച്ച ചെയ്യുന്നത്.